ന്യൂസ് 16 കേരള. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഗുജറാത്തിൽ വ്യാപക റെയ്ഡ്, പിടികൂടിയത് 1024 ബംഗ്ലാദേശ് പൗരന്മാരെ. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഗുജറാത്ത് പോലീസ് 2 നഗരങ്ങളിൽ മാത്രം നടത്തിയ റെയ്ഡിൽ പിടികൂടിയത് 1000-ലധികം ബംഗ്ലാദേശ് പൗരന്മാരെ. അഹമ്മദാബാദ്, സൂറത്ത് നഗരങ്ങളിൽ നടത്തിയ റെയ്ഡിൽ 1024 ബംഗ്ലാദേശികളെയാണ് പിടികൂടിയത്. പിടിയിലായവരിൽ 2 ബംഗ്ലാദേശികൾക്ക് അൽ-ഖ്വയ്ദയുടെ സ്ലീപ്പർ സെല്ലിൽ ഉൾപ്പെട്ടവരാണെന്ന് സംശയിക്കപ്പെടുന്നതായും സംസ്ഥാന സർക്കാർ അറിയിച്ചു. ഗുജറാത്തിൽ താമസിക്കുന്ന എല്ലാ ബംഗ്ലാദേശികൾക്കും പോലീസിന് മുന്നിൽ കീഴടങ്ങാൻ സർക്കാർ സമയം നൽകിയിട്ടുണ്ടെന്നും സംസ്ഥാനത്ത് അനധികൃതമായി താമസിക്കുന്ന എല്ലാവരെയും നാടുകടത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും സംസ്ഥാന സർക്കാർ പ്രസ്താവനയിൽ പറഞ്ഞു. വെള്ളിയാഴ്ച രാത്രി മുതൽ ആരംഭിച്ച ഓപ്പറേഷനിലൂടെയാണ് ഇത്രയും അനധികൃത വിദേശികളെ പിടികൂടാനായത്. ബംഗ്ലാദേശ് വംശജരായ 890 പേരെ അഹമ്മദാബാദിൽ നിന്നും 134 പേരെ സൂറത്തിൽ നിന്നുമാണ് കസ്റ്റഡിയിലെടുത്തത്. കശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 26 പേർ വെടിയേറ്റ് മരിച്ചതിന് പിന്നാലെയാണ് ഗുജറാത്ത് പോലീസിന്റെ നടപടി. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ 3 പേർ ഗുജറാത്തിൽ നിന്നുള്ളവരാണ്. അഹമ്മദാബാദ് പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ നടന്ന പത്രസമ്മേളനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി വികാസ് സഹായ് ഓപ്പറേഷനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ പങ്കുവച്ചു. വ്യാജരേഖകൾ ഉണ്ടാക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന ക്രിമിനൽ ശൃംഖലകളെ കുറിച്ച് അന്വേഷണം നടന്നു വരികയാണെന്ന് സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചു. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അറസ്റ്റിലായ ബംഗ്ലാദേശികളെ നാടുകടത്തുമെന്നും DGP പറഞ്ഞു. അനധികൃതമായി താമസിക്കുന്ന എല്ലാ ബംഗ്ലാദേശികളോടും 2 ദിവസത്തിനകം പോലീസ് സ്റ്റേഷനുകളിൽ സ്വമേധയാ കീഴടങ്ങണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അനധികൃത നുഴഞ്ഞുകയറ്റക്കാർക്ക് അഭയം നൽകുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.